ഇന്ന് മുതൽ നമ്മളൊരു പുതിയ സീരീസ് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ നിലവിലൊരു സീരീസ് ഉണ്ട്. അതായത് നമ്മുടെ ബേസ് ലെവലിൽ മാത്സ് പഠിച്ചു തുടങ്ങുന്ന ഒരു സീരീസിൻ്റെ ടോപ്പിക് ബേസ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2026 നമുക്കിനി ഒരുപാട് എക്സാംസുകൾ വരാനുണ്ട്. 10th ലെവലിലും +2 ലെവലിലും ഡിഗ്രി ലെവലിലൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉള്ള പ്രതീക്ഷകളുള്ള എക്സാംസുകൾ നമുക്കിനി വരാനുണ്ട്. അതായത് 10th ലെവൽ തന്നെ നമുക്കറിയാം, അതിനകത്ത് ഇനി വരാനുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, VFA ഉണ്ട്, അതുപോലെ കമ്പനി ബോർഡ് LGC ഉണ്ട്, ബിവറേജ് LDC ഉണ്ട്, അതുപോലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് എക്സാംസ് നമുക്ക് 10th ലെവലിൽ വരാനുണ്ട്. അതുപോലെ നമുക്ക് +2 ലെവലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് അവിടെ CPO വരാനുണ്ട്, അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ വരാനുണ്ട്, ദെൻ അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വരാനുണ്ട്. ഇത്തരത്തിലുള്ള എക്സാംസുകളെല്ലാം ഉണ്ട്. ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള എക്സാംസുകളൊക്കെ നമുക്ക് ഒരുപാട് എക്സാംസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു വർഷത്തിന് അല്ലെങ്കിൽ അടുത്തൊരു വർഷം നമുക്ക് ഈ എക്സാംസുകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വർഷമുണ്ട്, ആ സമയത്ത് പഠിച്ചാൽ മതി എന്നുള്ള തീരുമാനമാണെങ്കിൽ അത് ഇപ്പോഴേ നിങ്ങൾ മാറ്റിയേക്കണം. ബിക്കോസ് നമ്മൾ പറയുന്നത് ഇപ്പോഴേ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള സീരീസാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PYQ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വേറെ ഒരു ടോപ്പിക് വൈസ് ക്ലാസ് നമ്മൾ എടുക്കുന്നില്ല. ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ വേറൊരു സീരീസ് ആയിട്ട് ഒരു സൈഡിലൂടെ ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരുന്നെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. കാര്യം നമ്മൾ ഒരുപോലെ പാരലായിട്ട് 2 സീരീസുകൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ എക്സാംസുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് PYQ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ PYQ നിങ്ങൾക്ക് അറിയാം, എക്സാംസിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ അറിയാം PYQൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു വർഷത്തോളം, മിനിമം ഒരു വർഷം സമയം നമുക്ക് എക്സാമിന് കിട്ടും. അപ്പോൾ ആ ഒരു വർഷം കൊണ്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തീർക്കണം. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും, ഡൗട്ടുകൾ വരും, ടോപ്പിക്കൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പറയുന്ന ആ സീരീസിൻ്റെ ആ ഒരു വീഡിയോ മാത്രം പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഫോളോ ചെയ്യുന്നുള്ളവർക്ക് അങ്ങനെയും ഫോളോ ചെയ്ത് വരാം. അപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ പറഞ്ഞ ടോപ്പിക് വൈസ് ക്ലാസ്സുകളിൽ നമ്മൾ ടോപ്പിക്കുകൾ മാത്രമായിരിക്കും എടുക്കുക. ഇവിടെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിരിക്കും എടുക്കുക. അപ്പോൾ അതിനകത്ത് വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. ഇതെല്ലാം മിക്സ് ചെയ്ത് ആയിരിക്കും നമ്മൾ ചെയ്തു പോവുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് PYQ വർക്കൗട്ട് ചെയ്യുമെങ്കിൽ നമുക്ക് ഒരു മാക്സിമം നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും ഒരു 10 ക്വസ്റ്റ്യൻ, മീൻസ് എല്ലാ ദിവസവും എന്നല്ല, നമ്മൾ ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം വീക്കിലി മിനിമം 2 ക്ലാസ്സുകൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടേക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ചെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഒരു ദിവസം 10 ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് അതല്ല ഒരു ദിവസം 20 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സജഷൻ, അങ്ങനെ ഒരുപാട് പേരിൽ നിന്നും അങ്ങനെ സജഷൻ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ട്രൈ ചെയ്യാം. ഞാനത് വേണ്ടാന്ന് വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളൊരു ആവറേജ് ലെവലിൽ മുകളിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ 1 മണിക്കൂറിന് മുകളിൽ ക്ലാസ് പോകാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും അത്രയും സമയം ഇരുന്ന് പഠിക്കുന്നതിന് ഡേറ്റയുടെ ഇഷ്യൂസ് ഉണ്ടാവും, ചിലർക്ക് സമയക്കുറവുണ്ടാവും, ഇനി ചിലർക്ക് ചിലപ്പോൾ അത്രയും സമയം ഇരുന്ന് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. പലരും പല കാഴ്ചപ്പാടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ 10 ക്വസ്റ്റ്യൻ ചെയ്ത് പോകാമെന്ന് കരുതിയത്. അപ്പോൾ അതിൽ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ താഴെ പറയാം. നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ 20 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സജഷൻസ് എന്തായാലും, അപ്പോൾ ഭൂരിപക്ഷം എന്താണോ പറയുന്നത് നമുക്ക് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 10 ക്വസ്റ്റ്യൻ വെച്ച് ദിവസം ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഞാനൊരു ഇൻട്രൊഡക്ഷൻ, ഫസ്റ്റ് ഒരു സീരീസ് തുടങ്ങുന്നതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മുമ്പ് നടന്ന ഒരു എക്സാമിൻ്റെ, LD ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. എപ്പോഴത്തെ മുതൽ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നിങ്ങൾ എങ്ങനെയാണോ മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാര്യം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും, എത്ര വ്യൂസ് ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞാലും നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ വ്യൂസും നിങ്ങളുടെ കമൻസുകളും നിങ്ങളുടെ താഴെയുള്ള ആ ഒരു സപ്പോർട്ടൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുക. എന്തായാലും വീഡിയോ ചെയ്യും, പക്ഷേ എത്രത്തോളം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള നമുക്കൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പറ്റാവുന്നിടത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് സജഷൻസ് ഒക്കെ താഴെ പറയുക, പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഒരുപാടൊന്നും പറയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു സീരീസ് നമ്മൾ ഇവിടുന്ന് സന്തോഷമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണ്. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസും എല്ലാം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. ക്വസ്റ്റ്യൻ കാണാമല്ലോ, എന്താ പറയുന്നത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ചുവടെ ഉള്ളവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏത്. നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൂടെ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് എല്ലാ ക്വസ്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് എടുക്കും. ഓക്കെ, നോക്കി എന്താ പറയുന്നത്, 15/5 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. 15/5 വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി.
അല്ലേ 15 സ്ക്വയർ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണത് 225 അല്ലേ. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന ഒരു സംഖ്യയുടെ സ്ക്വയറും ക്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ മതി. സ്ക്വയർ ദെൻ ക്യൂബ് എല്ലാം എടുത്താലും ആ സംഖ്യ കിട്ടുന്നത് എന്തായിരിക്കും? ആ സംഖ്യ കിട്ടുന്നത് എപ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് 5 തന്നെ ആയിരിക്കും വരുന്നത്. മീൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? സോ 15ന്റെ സ്ക്വയറിൽ നമുക്ക് എപ്പോഴും ഒറ്റ സംഖ്യ. അതുപോലെ 15⁻5 എടുത്താലും നമുക്കറിയാം 5ന്റെ ക്യൂബ് എടുത്താൽ 125, 5⁻4 എടുത്താലും 625 കിട്ടുന്നത്. സോ ഒറ്റയുടെ സ്ഥാനത്ത് 5 ആയിരിക്കും, അത് ഒറ്റ സംഖ്യ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ 15⁻5 വരുമ്പോഴും സെയിം അവസ്ഥയാണ്. അതെന്തായിരിക്കും? അതൊരു ഒറ്റ സംഖ്യ ആയിരിക്കും. ക്ലിയർ അല്ലേ? മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വന്നേ. എന്താ പറയുന്നത്? 15⁻5 + 5 എന്ന് പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം 15⁻5 എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഒരു ഒറ്റ സംഖ്യയാണെന്ന് പറഞ്ഞു അല്ലേ. ഒരു ഒറ്റ സംഖ്യയോടൊപ്പം 5 കൂട്ടിയിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് ഒറ്റ സംഖ്യ നിങ്ങൾ എടുത്ത് നോക്കൂ. ഞാൻ എടുക്കുന്ന ഒറ്റ സംഖ്യ 3 ആണെന്ന് ഇരിക്കട്ടെ, ഞാനിപ്പോൾ 5 കൂട്ടി 8, ഇരട്ട സംഖ്യയല്ലേ കിട്ടിയത്? ശരിയല്ലേ? ഞാൻ വേറെ ഒറ്റ സംഖ്യ എടുക്കുകയാണ് 11, 5 കൂട്ടി 16, ഇരട്ട സംഖ്യയല്ലേ കിട്ടിയത്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒറ്റ സംഖ്യയോടൊപ്പം 5 കൂട്ടിയാൽ എപ്പോഴും ഇരട്ട സംഖ്യയെ കിട്ടുള്ളൂ. എന്താണ് ചോദ്യം നോക്കിയേ? ഒറ്റ സംഖ്യ അല്ലാത്തത് ഏത്? മീൻസ് ഇരട്ട സംഖ്യ ഏതെന്നുള്ളതാണ്. അപ്പോൾ ഏതായിരിക്കും ഇരട്ട സംഖ്യ? ഈ പറഞ്ഞ 15⁻5 + 5 ആയിരിക്കും നമ്മുടെ ഇരട്ട സംഖ്യ. നമുക്ക് ബാക്കി ഓപ്ഷനോടെ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? 15⁻5 + 5. ഓക്കെ അല്ലേ? ഇതെന്തായി? 15⁻10 ആയില്ലേ? സോ 15 എന്ത് വന്നാലും ആൻസർ ഒറ്റ സംഖ്യ ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു. സോ അതുകൊണ്ട് അതിന് നമുക്ക് ഒഴിവാക്കാം. ഇനി 15⁻5 - 5 അവിടെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ നമുക്ക് വരും. ഇവിടെ ഒരു പുതിയ കാര്യമല്ല, ഞാൻ പറയാണ്, ലോജിക് കൂടെ പറയാണ്. 15⁻0 എന്ന് വരും. കാര്യം 5 - 5 0 അല്ലേ? 15⁻0 അത് എത്രയായിരിക്കും ആൻസർ? അത് 1 ആണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അറിയാൻ പാടില്ല, ഓർത്ത് വെച്ചോളുക. എനി നമ്പർ റൈസ് ടു 0 എന്ന് പറയുന്നത് ആൻസർ 1 ആയിരിക്കും. നമ്മളിപ്പോൾ പുതിയൊരു കാര്യമായിട്ട് പഠിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് നേരത്തെ അറിയില്ലെങ്കിൽ ഓർത്ത് വെച്ചുള്ള പുതിയൊരു കാര്യമാണ്. എനി നമ്പർ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 1 ആണ്. 1 ഒറ്റ സംഖ്യയല്ലേ? സോ നമുക്ക് അതിൻ്റെ ആൻസറും ഒറ്റ സംഖ്യയാണ് കിട്ടിയത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രാമത്തെ ഓപ്ഷനാണ്? ബി ഓപ്ഷനാണ്. 15⁻5 + 5 എന്ന് പറയുന്ന ആൻസർ. കുഴപ്പമില്ലല്ലോ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 154 സ്ക്വയറിന്റെ വില കണ്ടുപിടിക്കുന്നതിന് 153ന്റെ സ്ക്വയറിന്റെ വിലയോട് എത്ര കൂട്ടണം എന്നാണ് ചോദ്യം. ഞാൻ ഇതിന് മുമ്പ് നമ്മൾ PYQ ചെയ്യുന്ന സമയത്ത് നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടിയില്ല, ഇത് ഏതിൽ നിന്ന് കുറയ്ക്കണം അതോ ഗുണിക്കണോ എന്താണ് ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഒന്ന് ജനറലൈസ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാം. എങ്ങനെയാണ് ജനറലൈസ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് നോക്കിയേ. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണേ. ഒന്ന് നോക്കിയേ. നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സാധനത്തെ ഒരു വിലയോട് എന്ത് കൂട്ടിയാൽ എന്താണ് മറ്റു വില കിട്ടും എന്നാണ് ചോദ്യം അല്ലേ. ഒന്ന് ആദ്യ പാറ്റേൺ എടുക്കാം. 154ന്റെ സ്ക്വയറിനോട് കണ്ടുപിടിക്കുന്നതിന് 153ന്റെ സ്ക്വയറിനോട് എത്ര കൂട്ടണം എന്നല്ലേ. അപ്പോൾ ആദ്യത്തെ സംഖ്യ വലുതും രണ്ടാമത്തെ സംഖ്യ ചെറുതും അല്ലേ പറഞ്ഞേക്കാം. നമുക്ക് അതുപോലെ എടുക്കാം. 10 കിട്ടുന്നതിന് 4നോട് എന്ത് കൂട്ടണം? 10 കിട്ടുന്നതിന് 4നോട് എന്ത് കൂട്ടണം? ഇതേ ഫോർമാറ്റ് നമ്മൾ എടുക്കുകയാണ്. നമ്മുടെ സ്ക്വയറോ ഫ്രാക്ഷനോ എന്തോ വന്നോട്ടെ, നമ്മളത് മാറ്റി ഇങ്ങനെ ആക്കുകയാണ്. 10 കിട്ടുന്നതിന് 4നോട് എന്ത് കൂട്ടണം? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 10 - 4 അല്ലേ? അല്ലേ? ആ കോൺസെപ്റ്റ് നമുക്ക് കിട്ടിയാൽ മതി. അത് കിട്ടാൻ നമ്മൾ ചെയ്ത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? 154ന്റെ സ്ക്വയർ കിട്ടുന്നതിന് 153ന്റെ സ്ക്വയറിനോട് എന്ത് കൂട്ടണം എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 154ന്റെ സ്ക്വയറിൽ നിന്നും 153ന്റെ സ്ക്വയർ ഇതേ പാറ്റേൺ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. കുഴപ്പമില്ലല്ലോ. സോ നമുക്ക് അത് കിട്ടി. നോക്കാം. നമുക്ക് ഈ ഒരു ഫോർമാറ്റ് കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റി ആണ്. സർവ്വസമവാക്യത്തിനകത്ത് വരുന്ന സാധനമാണ്. മീൻസ് a² - b². ശരിയല്ലേ? ഒരു നമ്പറിന്റെ വർഗം മൈനസ് രണ്ടാമത്തെ നമ്പറിന്റെ വർഗം, അതായത് a + b × a - b. ശരിയല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? 154ന്റെ സ്ക്വയർ മൈനസ് 153ന്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? എക്ക് പകരം എത്രയാണ്? എക്ക് പകരം 154. ഇതൊക്കെ നമുക്കറിയാം. ഞാൻ വെറുതെ ഒന്ന് പറയുന്നേ ഉള്ളൂ. ബി എന്ന് പറയാൻ 153 ആണ്. സോ ഇവിടെ a + b × a - b അല്ലേ? അപ്പോൾ എന്ത് വരും? 154 + 153 ഇൻറ്റു 154 - 153 എന്നല്ലേ. കൂട്ടുന്നതിന് മുമ്പ് ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കണം. ഓപ്ഷനിൽ കൂട്ടിയല്ല ഒരു പറഞ്ഞേക്കുന്നത്, പ്ലസ് ഇട്ട് തന്നെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇതുപോലെ എഴുതാം. 154 + 153 ഇൻറ്റു ഇത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ ഈ സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ ഈ സംഖ്യ തന്നെ കിട്ടും. സോ ആൻസർ 154 + 153 കിട്ടും. കൂട്ടിയിട്ടാണോ ആൻസർ പറഞ്ഞേക്കുന്നത്? നോക്കിയേ, ആൻസറിൽ കൂട്ടിയിട്ടില്ല. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഒന്നാമത്തെ ഓപ്ഷൻ 153 + 153 അല്ല.
അടുത്തതോ 153 പ്ലസ് 184 നമ്മുടെ തിരിഞ്ഞു കിടക്കണമെന്നേ ഉള്ളൂ. എന്താണ്? രണ്ടും ഒന്നല്ലേ? പോത്താർ മാത്തമാറ്റിക്സ് രണ്ടും കണക്ക് തന്നെയാണ്. എന്താണ് 153 പ്ലസ് 154 എന്ന് പറയുന്നത് തന്നെയാണ് 154 പ്ലസ് 153. ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ ഐഡന്റിറ്റി നമ്മൾ പഠിക്കുന്നു, അറിയാൻ പാടുന്നത് ഇപ്പം മനസ്സിലുറപ്പിച്ച് പഠിക്കുന്നു. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. കൺഫ്യൂഷൻ വരുന്നത് അടുത്തത് പറഞ്ഞേ എ പ്ലസ് ബി. ഇതൊക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനമാണ്. എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ? അത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ശരിയല്ലേ? അടുത്ത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണെങ്കിലോ അത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെയും പ്ലസ് തന്നെയാണ്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ പഠിക്കുകയാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അപ്പോൾ ഇതുപോലെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളോടെ പറഞ്ഞു പോകുന്നതാണ് ഞാൻ പറഞ്ഞത്. 10 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റും. മറ്റത് 20 ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് 1.5 മണിക്കൂറിലേക്കൊക്കെ ചിലപ്പോൾ പോകും, 1 മണിക്കൂറിന് പുറത്തേക്ക് പോകും. ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, നമുക്കൊരു മൈൻഡ് വേണ്ടേ പഠിക്കാൻ. ഓക്കെ, ചിലർക്ക് ഇതായിരിക്കും ഇഷ്ടം, അതായത് ഒരുപാട് സമയം എടുത്ത് ഒരുമിച്ചൊക്കെ തീർക്കുന്നതായിരിക്കും ഇഷ്ടം. എനിവേ നിങ്ങളുടെ സജഷൻസ് ഒന്ന് പറയുക, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ക്രോഡീകരിച്ച് നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ദേഷ്യമോ പിണക്കോ ഒന്നും വിചാരിക്കരുത്. കാരണം പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അതുകൊണ്ടാണ് എങ്കിൽ ഞാൻ നിങ്ങൾ സജഷൻ ചോദിച്ചെന്നേ ഉള്ളൂ. പറ്റുന്നത് പോലെ ചെയ്യും, നിങ്ങൾ പഠിക്കാൻ നോക്കുക, ദേഷ്യങ്ങൾ കാണിക്കാതെ. ഓക്കെ, ശരി. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ്. ഷാജി ഒരു നോവലിൻ്റെ 9/2 ഭാഗം ശനിയാഴ്ച വായിച്ചു, ബാക്കിയുള്ളതിൻ്റെ 1/3 ഭാഗം ഞായറാഴ്ചയും വായിച്ചു, ബാക്കിയുള്ള 160 പേജ് തിങ്കളാഴ്ചയും വായിച്ചു. നോവലിൽ എത്ര പേജുണ്ട്? ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഈ ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനും നിൽക്കേണ്ട. അവർ ഈ ബാക്കി ഭാഗം വരുന്നതിൽ ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് അവർ ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കി വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്യേണ്ട. ഇതുപോലത്തെ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്കത് വീണ്ടും വർക്കൗട്ട് ചെയ്യാം. അതുകൊണ്ട് 10 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ കുറഞ്ഞിട്ടുണ്ട്. എത്രയേ ഉള്ളൂ? 9 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് വിട്ട് കളയാം നമുക്ക് അല്ലേ. സോ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ സീരീസിൽ പറഞ്ഞതുപോലെ ഒരു നോട്ട്ബുക്ക് ഇതിനു വേണ്ടി എടുക്കുക. PYQ ചെയ്ത് വെക്കാനായിട്ട് നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ, അപ്പോൾ ഞാനിപ്പോൾ സജഷനായിട്ട് പറയുന്നില്ല. ഒന്നുകിൽ ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നതെന്ന് നോക്കുക. ശരിയാണെങ്കിൽ ശരിയിട്ട് പോവുക. അവസാനം 10 ക്വസ്റ്റ്യൻ എത്ര മാർക്ക് കിട്ടിയെന്ന് എഴുതി പോവുക. അപ്പോൾ നമ്മളിത് ഈ ബുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് പ്രീവിയസ് എല്ലാം ഒരു വർഷം കൊണ്ട് നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആലോചിച്ച് നോക്കി. ശരിയല്ലേ? അതായത് എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ ഇതുപോലെ ജീവനോടെ ഉണ്ട് എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ആ ബുക്ക് മറച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ആലോചിച്ച് നോക്കിയാൽ പല വഴിക്ക് കിടക്കാതെ. സോ അതുകൊണ്ട് ഒരു ബുക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്സിന് വേണ്ടി മാത്രം എടുക്കുക. എനിക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ ഒരു വർഷം ഫുള്ള് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ബുക്ക് എടുത്ത് വേസ്റ്റായി പോകും. അതുകൊണ്ട് ഇയാൾ പകുതിയിലിട്ട് നിർത്തിയിട്ട് പോകും. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യോടോ എന്ന് ചോദിക്കരുത്. മാക്സിമം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വന്നില്ലെങ്കിൽ, ഞാൻ മരിച്ചു പോയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. ഓക്കെ, ശരി. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. എന്താണ് 12% പകുതിയുടെ ദശാംശ രൂപം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 12% എന്ന് തന്നെ 12 എന്ന് വായിക്കാതെ നമുക്ക് എങ്ങനെ വായിക്കാം? 12% എന്ന് തന്നെ വായിക്കാം. അങ്ങനെയല്ലേ? 12% പകുതിയുടെ ദശാംശ രൂപം എഴുതുക എന്നാണ് ചോദ്യം. ഒരുപാട് മെത്തേഡിൽ ചെയ്യാം കേട്ടോ. ദശാംശമാക്കി ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ ആക്കിയും ചെയ്യാം. അപ്പോൾ 12% ശതമാനത്തിൽ കിടക്കുവാന്നേ. സോ എന്താണ് ഇതിൻ്റെ പകുതിയുടെ ദശാംശ രൂപമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് ആദ്യം ഇതിൻ്റെ പകുതി കണ്ടുപിടിക്കാം. അതിന് മുമ്പ് നമുക്കിത് എന്താക്കാം? നമുക്കിതിനെ ഒന്ന് മിക്സ് ഓഫ് ഫ്രാക്ഷൻ മാറ്റി ഒരു എന്താണ് ഇംപ്രോപ്പർ വിഷമ ഭിന്നത്തിലോട്ട് മാറ്റാം. നമ്മൾ അന്നേ പറഞ്ഞതാണ് എന്താണ് മിക്സ് ഓഫ് ഫ്രാക്ഷൻ കണ്ടാൽ അപ്പോഴേ വിചാരിച്ചോളാം, മനസ്സിലാക്കി പഠിച്ചു വെച്ചോളുക. മിക്സ് ഓഫ് ഫ്രാക്ഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. പറ്റുകയൊക്കെ ചെയ്യുമെന്ന് എപ്പോഴും പറയണമെങ്കിലും നമുക്ക് എന്ത് പഠിക്കുകയാണ്? പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഇംപ്രോപ്പറിലോട്ട് മാറ്റും. മാറ്റിയേ 2 × 12 24 + 1 25/2 ഇതാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ മിക്സർ ഫ്രാക്ഷൻ നമ്മൾ ഇംപ്രോപ്പറിലോട്ട് മാറ്റിയപ്പോൾ അല്ലെങ്കിൽ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി ഇതിൻ്റെ പകുതി എടുക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. പകുതി എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഇതിൻ്റെ പകുതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ 10ന്റെ പകുതി എന്താണ്? 5 ആണ്. 100ന്റെ പകുതി എത്രയാണ്? 50 ആണ്. മീൻസ് പകുതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുക എന്നാണ്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, 25/2ന്റെ പകുതി എന്ന് പറയുന്നത് 25/2നെ 2 കൊണ്ട് ഹരിക്കുക എന്നാണ്. ശരിയല്ലേ? അത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് പറയാം, എന്ന് നമുക്ക് ഉടായിപ്പൂടെ പറയാം. അപ്പോൾ ഈ 2ന് താഴെ ആരുണ്ട്? 1 ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഭിന്നസംഖ്യകൾ ഹരിക്കുക. നമ്മളിപ്പോൾ ഭിന്നസംഖ്യ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ക്ലാസ്സിൽ. അപ്പോൾ അവിടെ നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഭിന്നസംഖ്യ ഹരിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നാമത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതിയിട്ട് രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിക്കും. അതായത് തിരിച്ചിട്ട് ഗുണിക്കും എന്ന് സാരം. തിരിച്ചിട്ട് ഗുണിച്ചു. എത്ര കിട്ടി? 25/4 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ 25/4%. ഇനി
ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സംഖ്യയുടെ പകുതി ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നമുക്ക് അതിൻ്റെ ഡിനോമിനേറ്ററിനെ അങ്ങ് ഡബിൾ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഡിനോമിനേറ്റർ 2 അല്ലേ, ഛേദം 2 അല്ലേ, അതിൻ്റെ ഇരട്ടി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പകുതി കിട്ടും. കണ്ടോ? അപ്പോൾ ഒരു സംഖ്യയുടെ പകുതി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഛേദത്തിനെ ഡബിൾ ആക്കി കൊടുത്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പം. ഇത്രയും ചെയ്ത് സമയം കളയണ്ട. ശരിയല്ലേ? ഇനി ഒരു സംഖ്യയുടെ 1/3, ഒരു ഭിന്നസംഖ്യയുടെ 1/3 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഛേദത്തിൻ്റെ 3 ഇരട്ടി എടുത്താൽ മതി. അതായത് 2ന്റെ 3 ഇരട്ടി 6, 25/6 ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? 25 25/4% എന്ന് കിട്ടി. എന്ത്? ആ തന്നിരുന്ന സംഖ്യയുടെ പകുതി. ഇനി ഇതിനെന്താ പറയുന്നത്? ഇതിനെ ദശാംശ രൂപമാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരു ശതമാനം, ഇപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ പറഞ്ഞില്ല, ഒരു ഫ്രാക്ഷൻ വരുമ്പോഴൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും. ഞാൻ വെറുതെ ചോദിക്കുകയാണ്, എന്താണ് 5% എന്ന് പറഞ്ഞാൽ? ശതം മീൻസ് 100ൽ എത്ര എന്നല്ലേ, ശതമാനം മീൻസ് നമ്മൾ എങ്ങനെ എഴുതും? 100ൽ 5. കാണാതെ ഒന്നും പഠിക്കണ്ട. 5% എന്ന് പറഞ്ഞാൽ 100ൽ 5. ശരിയല്ലേ? അപ്പോൾ ശതമാനം മാറ്റി ദശാംശത്തിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 100ൽ എത്ര എന്ന് എഴുതി കൊടുത്താൽ മതി. 25/4% എന്ന് പറഞ്ഞാൽ 5%ത്തിന് 100ൽ 5 എഴുതാൻ പറ്റുമെങ്കിൽ 25/4% എങ്ങനെ എഴുതാൻ പറ്റും? 25/4/100. ശരിയല്ലേ? 100ന്റെ താഴെ ആരുണ്ട്? 1 ഉണ്ട്. ശരിയല്ലേ? തിരിച്ചിട്ട് ഗുണിക്കും. എന്ത് വരും? 25/4 × 1/100. ശരിയല്ലേ? നമുക്ക് ഒരുപാട് രീതികളിൽ ചെയ്യാം. ഇതിന് നമുക്ക് ദശാംശമാക്കാൻ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആദ്യമേ ഇത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? 4 എന്ന് എഴുതാം. അപ്പോൾ താഴെ എന്ത് വരും? 1/14 × 4 16 എന്ന് വരും. കാര്യം 25 100 പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. 16 എന്ന് കിട്ടും. പക്ഷേ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ 100 കൊണ്ട് ഹരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? അത് ഇങ്ങനെ ചെയ്യും. രണ്ടും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ്. 4ഉം 25ഉം അങ്ങ് വെട്ടാൻ പോവാണ്. 6 4 24 അല്ലേ? 24 6 4 24. ഇനി ബാക്കി 1 ഉണ്ട്. ആ 1ൽ 4 പോവില്ല, ദശാംശം കൊടുത്തു. 10 ഉണ്ട്. 10ൽ 2 4 8. ബാലൻസ് വീണ്ടും 2, 20 ആവും. 5 4 20. 6.25. ഇനി മുകളിൽ 6.25 മാത്രമേ ഉള്ളൂ. താഴെ 100 ഉള്ളൂ. അപ്പോൾ 100 കൊണ്ട് ഹരിക്കാൻ എളുപ്പമല്ലേ? 2 സ്ഥാനം മാറ്റി കുത്തിയാൽ പോരെ? നമ്മുടെ സാധനം എന്തുവാ? 6.25. ഇവിടെ കിടക്കുന്ന കുത്തിനെ 2 സ്ഥാനം ആക്കണം. 1 ഇപ്പുറത്തെ ആടി, ഒരു സ്ഥാനം ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? 0 കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കും? 0.625 എന്ന് കിട്ടും. 0.0625 എന്ന് കിട്ടും. ഓപ്ഷൻ ഉണ്ടോ നോക്കി, ഇല്ലെങ്കിൽ ഞാൻ ചമ്മി പോകും. ഉണ്ട്, എ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ. അപ്പോൾ ഇതൊരു എളുപ്പമാണ്. ഇനി നമ്മൾ നേരത്തെ ചിന്തിച്ചത് എങ്ങനെയാണ്? 25/4 × 1/100 എന്നാണ്. ഇത് കട്ട് ചെയ്താൽ താഴെ 4 എന്ന് വരും. സോ 1/16 എന്ന് വരും. പിന്നെ നമ്മൾ വീണ്ടും ഇതിനെ 1നെ 16 കൊണ്ട് ഹരിക്കേണ്ടി വരും. അതൊരു സമയം പോകുന്ന കാര്യമായതുകൊണ്ടാണ് ഈ രീതി ചിന്തിച്ചത് ഞാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന രീതിയല്ല, കുറച്ചുകൂടി എളുപ്പത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളുക. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയാണ്. ഞാൻ മനുഷ്യനാണ്. സോ തെറ്റുകൾ വരും. ചിലപ്പോൾ മിക്കവാറും സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ കയറിയിട്ടായിരിക്കും നോക്കുന്നത്. ചിലപ്പോൾ നോക്കിയിട്ട് വരാൻ സമയങ്ങൾ വന്ന് കിട്ടുന്ന സമയത്താണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തെറ്റ് വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ഒന്ന് താഴെ പറഞ്ഞിരിക്കുക, ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഇല്ലേ എന്ന് ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചോളുക. അതൊരു പ്രശ്നവുമില്ല. തെറ്റ് കണ്ടാൽ തിരുത്തണം. ഓക്കെ, നോക്കി അടുത്ത എന്താ ഒരു ക്വസ്റ്റ്യൻ? 9/0.9 × 9/0.9. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് പിന്നെ പെട്ടെന്ന് ഹരിക്കാനൊക്കെ പറ്റുമെങ്കിലും നമുക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സിമ്പിളായി ചിന്തിക്കേണ്ട കാര്യമാണ്. എനിവേ വിടാം. നമുക്ക് എന്ത് ചെയ്യാം? താഴെ ഇവിടെ ഒരു സ്ഥാനം ഉണ്ടല്ലേ, ഇവിടെ ഒരു സ്ഥാനം ഉണ്ടല്ലേ, താഴെ മൊത്തം എത്ര സ്ഥാനം ഉണ്ട്? 2 ദശാംശ സ്ഥാനം ഉണ്ടല്ലേ. അപ്പോൾ 2 ദശാംശ സ്ഥാനം മാറണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം അല്ലേ? ശരിയല്ലേ? മുകളിലും അപ്പോൾ 100 കൊണ്ട് ഗുണിക്കേണ്ടി വരും. താഴെ മാത്രം ഗുണിച്ചിട്ട് അങ്ങ് പോകാൻ പറ്റത്തില്ല. മുകളിലും ഗുണിക്കേണ്ടി വരും. ഞാൻ മുകളിലും ഗുണിച്ചു. കാര്യം 2 സ്ഥാനം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവിടെ 9 നമുക്ക് അങ്ങനെ ഇട്ടിരിക്കാം. 9 താഴെ എന്ത് ചെയ്യും? ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. ഈ ഒരു 0 എടുത്തുകൊണ്ട് ഈ സ്ഥാനം എന്തായിട്ട് മാറും? 9 ആയിട്ട് മാറും. ഇൻറ്റു. ശരിയല്ലേ? ഇവിടെ ഒരു സ്ഥാനമുണ്ട്, അത് മാറാൻ വേണ്ടി ഒരു 0 വേണം. അതെടുത്തുകൊണ്ട് അവിടെ എന്തായി? 9 ആയി. ഇനി മുകളിൽ ആരുണ്ട്? 100 ഉണ്ട്. മനസ്സിലായില്ലേ? അതായത് ദശാംശം കളനാണല്ലോ 100 കൊണ്ട് ഗുണിച്ചത്. ഇപ്പം ദശാംശം പോകുമല്ലോ. എന്ത് ചെയ്യാം? 9/9 വെട്ടി എല്ലാം ഞാൻ പുറത്ത് വെട്ടിക്കളഞ്ഞ് ബാക്കി ആൻസർ എത്രയാണ്? 100 എന്ന് കിട്ടും. ഉണ്ടോ നോക്കിയേ. ആൻസറിൽ 100 ഉണ്ട്. ഓപ്ഷൻ സി ആണ് 100 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മനസ്സിലാവണ്ടെന്ന് വിചാരിക്കുന്നത്, സമയം എടുത്താണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതല്ലാതെ ചെയ്യാം കേട്ടോ. 9 ഈ സംഭവം എന്ന് പറയുന്നത് 10 എന്ന് വരും ഇവിടെ. അത് പെട്ടെന്ന് വിട്, കുഴപ്പമില്ല, സാരമില്ല, അങ്ങനെയും ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. മീൻസ് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് 10 എഴുതാൻ പറ്റണം.
അതായത് 9/0.9 എന്ന് പറയുന്നത് കട്ട് ചെയ്തിട്ട് 10 എന്ന് എഴുതണം. ഇനി 9/0.09 എന്നാണെങ്കിൽ കട്ട് ചെയ്തിട്ട് 100 എന്ന് എഴുതാൻ പറ്റണം. ഇവിടെ എത്ര സാധനമുണ്ട്? ഒരേ സംഖ്യ വരുന്നെങ്കിൽ ഇവിടെ എത്ര ദശാംശ സ്ഥാനമുണ്ടോ അത്രയും 100. ഒരു സാധനമാണെങ്കിൽ 10. ഇനി 9/0.009 എന്നാണെങ്കിൽ കട്ടായി ഇവിടെ 1000 വരും. കാര്യം ഇവിടെ 3 സാധനമുണ്ട്. ഇതൊരു എളുപ്പവഴിയാണ് കേട്ടോ. അങ്ങനെ ചെയ്യാം. ഞാനത് പറഞ്ഞതേ ഉള്ളൂ, എളുപ്പവഴി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്യാതെ മൾട്ടിപ്പിളും ചെയ്യാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിവേ, തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അത് ഭയങ്കര സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സാധനമാണ്. എത്രയുണ്ട്? 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി. 5 ഇരട്ട സംഖ്യകൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ. 5 ഇരട്ട സംഖ്യ അല്ലേ? ശരാശരി ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ മധ്യഭാഗത്ത് വരുന്ന സംഖ്യ ആയിരിക്കും. അപ്പോൾ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എന്ന് പറയുന്നതിൻ്റെ മിഡിൽ വരുന്ന സംഖ്യ എത്രയായിരിക്കും? 60 ആയിരിക്കും. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഇരട്ട സംഖ്യകളാണല്ലോ. അപ്പോൾ അങ്ങോട്ട് വരുന്ന സംഖ്യ 62, 64. ഇങ്ങോട്ടോ 58, 56. ശരിയല്ലേ? ഇരട്ട സംഖ്യ മീൻസ് 2 വീതം കൂടിയും കുറഞ്ഞും പോകുന്നതല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ മിഡിൽ 60, ശരാശരി 60 എന്ന് പറഞ്ഞാൽ മിഡിൽ 60. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എത്രയായിരിക്കും? 56 ആയിരിക്കും. ഇത് ഓപ്ഷനിൽ 56 ഉണ്ടോ? എ ആണ് ഓപ്ഷൻ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഒരു തരത്തിൽ പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് പറഞ്ഞിരിക്കുകയാണ് 5 സംഖ്യകളുടെ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ചിലപ്പോൾ എന്ത് പറയും? 5 ഇരട്ട സംഖ്യകളുടെ തുക 300 എന്ന് പറയും. 5 ഇരട്ട സംഖ്യകളുടെ തുക 300 എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്, ഏറ്റവും വലിയ സംഖ്യ എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കും? 5 സംഖ്യകളുടെ ശരാശരി എന്തായിരിക്കും? തുക ഭാഗം എണ്ണം, അതായത് 300/5. അപ്പോൾ 60. അപ്പോൾ ശരാശരി എത്ര കിട്ടി? ശരാശരി 60. മിഡിലുള്ള സംഖ്യ എത്ര? 60. തൊട്ട് മുമ്പിലുള്ള സംഖ്യ എത്ര? 58. തൊട്ട് മുമ്പിലുള്ള സംഖ്യ എത്ര? 56. ഇങ്ങോട്ട് എത്ര? അതുപോലെ ചെറുത് 56 അല്ലേ? ഈസിയാണ്, വളരെ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക 156ഉം അംശബന്ധം 5:7 എങ്കിൽ പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്? ഇതൊരു എളുപ്പ ചോദ്യമാണ് അല്ലേ? കാര്യം കുട്ടിയുടെയും പിതാവിൻ്റെയും അംശബന്ധം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കുട്ടി ഈസ്റ്റു പിതാവ്, കുട്ടി ഈസ്റ്റു പിതാവ് എന്ന് പറയുന്നത് എത്രയാണ്? 5:3, 5:7 അല്ലേ? 5:7. ശരി. ഇവരുടെ തുക പറയുന്നത് 156 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് നോക്കാം? നമുക്ക് ഇവരുടെ തുക അറിയാം. തുക എന്ന് പറയുന്നത് 156 അല്ലയോ? സോ 156. അപ്പോൾ കുട്ടിയുടെ പ്രായമാണോ? വയസ്സ് തന്നെ. അപ്പോൾ കുട്ടിയുടെ വയസ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കുട്ടിയുടെ വയസ്സെന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? കുട്ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം ഏതാ? 5 അല്ലേ? അപ്പോൾ 156ന്റെ 12/5 ശരിയല്ലേ? അംശബന്ധങ്ങളുടെ തുക എത്രയാണ്? 12. സോ ആ 186 ആകെ തുക എന്ന് പറയുന്നത്. അപ്പോൾ 186ന്റെ 12/5 ആയിരിക്കും കുട്ടിയുടെ വയസ്സ്. നമുക്ക് കട്ട് ചെയ്യാം. ഒരു 12, 36, 3 36, 13 65. കുട്ടിക്ക് എത്ര വയസ്സ്? കുട്ടിക്ക് 65. നിങ്ങളിനി ചോദിക്കരുത് കുട്ടിക്കാണോ 65 വയസ്സ് എന്ന് ചോദിക്കരുത്. കാര്യം പിതാവ് എന്ന് പറയുന്നത് കൊണ്ട് മകൻ എന്നുള്ള കോൺസെപ്റ്റില് മകൻ്റെയും അച്ഛനെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കുട്ടി എന്നുള്ള സംഭവം വേണ്ടായിരുന്നു അല്ലേ? എനിവേ കുഴപ്പമില്ല, അങ്ങനെ ചോദ്യം നമുക്കില്ല. PSC യോട് നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള അധികാരമില്ല. PSC പറയും, നമ്മൾ കേൾക്കുന്നതാണ്. സോ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കുട്ടിയുടെ വയസ്സിനൊക്കെ എത്ര കൂടുതൽ അച്ഛൻ്റെ വയസ്സാണ്. സോ ഇനി അച്ഛൻ്റെ വയസ്സ് കണ്ടുപിടിക്കണം. 2 രീതി കണ്ടുപിടിക്കാം. ഒന്നുകിൽ 156 നിന്നും 65 കുറയ്ക്കുമ്പോൾ അച്ഛൻ്റെ വയസ്സ് എനിക്ക് തോന്നുന്നു, അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എന്ത് കിട്ടും? 91 ആണെന്ന് തോന്നുന്നു അല്ലയോ? കറക്റ്റ് അല്ലേ? 55, 65, 5, 70, 80, 85, 86 അല്ലേ? ദൂരം നിന്നാണ് തോന്നുന്നു. എനിവേ ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. സോ ഇവരുടെ വയസ്സുകൾ ഡിഫറൻസ് ആണ്. പിതാവിൻ്റെ വയസ്സിനേക്കാൾ എത്ര കുറവാണ് മകൻ്റെ വയസ്സെന്നോ അവരുടെ വയസ്സിന് ഡിഫറൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ് അച്ഛൻ്റെ വയസ്സെന്നാണ്. 91 നടത്തുന്ന വ്യത്യാസം എത്രയാണ്? 65, 25, 90 ആയല്ലേ? സോ 26 വയസ്സിൻ്റെ ഡിഫറൻസ്. തെറ്റിയോ നോക്കണം കേട്ടോ. എല്ലാം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത സാധനങ്ങളാണ്. ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. 26ൻ്റെ ഓപ്ഷൻ എന്തായാലും ഉണ്ട്. 26 ആകാനാണ് സാധ്യത. ഓക്കെ, ഇനിയാണ് അല്ലേ? ഡിഫറൻസ് തെറ്റിയൊന്നുമില്ലാന്ന് തോന്നുന്നു. ഡിഫറൻസ് ഉണ്ട്. 91, 60, 90, 150, 156 ശരിയാണ്. ഓക്കെ, ശരിയാണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വീട്ടിൽ നിന്നും രാമു 3 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തും എങ്കിൽ രാമുവിൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിൽ എത്ര അകലെയാണ്? ഇത് കുറേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിനൊരു എളുപ്പവഴി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളുക. അതായത് ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരാൾ ഒരു സമയത്ത് ഇപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതാണ് വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം അയാൾ S1 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അയാൾ എത്താൻ കുറച്ച് സമയം താമസിച്ചു.
S2 കിലോമീറ്റർ. ഇത് ഡയറക്റ്റ് മെത്തേഡ് കൊണ്ടുവിട്ടോ, ഒരുപാടുണ്ട് നമ്മൾ ചെയ്യാനായിട്ട്. ടൈമൊക്കെ കണ്ടുപിടിച്ച് ഡിവൈഡ് ബൈ ഇട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ നമ്മൾ ഇതും കാണാതെ പഠിക്കുന്നതായിരിക്കും, ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കും. ഞാൻ മാക്സിമം ഇക്വേഷൻസ് അല്ലെങ്കിൽ ട്രിക്കൊക്കെ കുറച്ചാണ് നോർമലി പറയാനുള്ളത്, പക്ഷേ ഇത് നമ്മളിങ്ങനെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞെങ്കിൽ ഞാൻ ഒരു വീഡിയോ വെച്ച് അത് മാത്രമായിട്ട് പറഞ്ഞുതരാം. പക്ഷേ അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, ഡിഫിക്കൽട്ട് കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അപ്പോൾ അത് അയാൾ ആദ്യം സഞ്ചരിച്ച വേഗത x1 km/h അയാൾ രണ്ടാമത് സഞ്ചരിച്ച വേഗത x2 km/h ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അയാൾ ആദ്യം കുറച്ച് താമസിച്ചു, രണ്ടാമത് പോയപ്പോൾ അയാൾ കുറച്ച് നേരത്തെ എത്തി എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? നേരത്തെ സ്കൂളിലെത്തിയെങ്കിൽ സ്കൂൾ വീട്ടിൽ നിന്നും എത്ര അകലെയാണെന്നാണ് ചോദ്യം. സോ നമ്മുടെ ചോദ്യം എന്താണ്? ആ സ്കൂളും വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദ്യം. ഡിസ്റ്റൻസ് നിങ്ങൾ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ച് വെച്ചുകൊള്ളുക. നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ്, S1 × S2 ഡിവൈഡ് ബൈ S1 ഡിഫറൻസ് S2. അങ്ങനെ പഠിക്കണം എന്നില്ല. S1 മൈനസ് നോർമലി ഡിഫറൻസ് ആണ് കേട്ടോ, വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കാനാണ്. അതാണ് ഈ ഡിഫറൻസ് എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെയുള്ള സാധനം ഡിഫറൻസ് കേട്ടോ. അത് സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുന്ന സംഭവം ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മീനിങ് ഇത് S1 നിന്ന് S2 കുറയ്ക്കാനല്ല, ഏതാണോ വലുത് അതിൽ നിന്നും ചെറുത് കുറയ്ക്കുക എന്നുള്ളതാണ്. എനിവേ നിങ്ങൾ തൽക്കാലത്തേക്ക് അങ്ങനെ പഠിക്കാം. നമുക്ക് ഇങ്ങനെ പഠിക്കാം. S1 - S2 ഇൻറ്റു ടൈം ഗ്യാപ്പ് എന്നാണ്. ടൈം ഗ്യാപ്പ്. ഓക്കെ, എന്താണ് ടൈം ഗ്യാപ്പ് നമുക്ക് പറയാം. നോക്കി, അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ ഇവിടെ S1 എത്രയാ? 3 കിലോമീറ്ററോ? 3 കിലോമീറ്റർ. നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 കിലോമീറ്റർ ആണല്ലേ? നമുക്ക് നോക്കാം. സോ നോക്കി, 3 കിലോമീറ്റർ ആണ് ഫസ്റ്റ് S1 എന്ന് പറയുന്നത്. S2 രണ്ടാം എത്രയാണ് പറഞ്ഞേക്കുന്നത്? 4 കിലോമീറ്ററോ? 4 കിലോമീറ്റർ ആണ്. താഴെ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. സോ 4 3 കുറയ്ക്കുക 1 കിട്ടും. ഇൻറ്റു ടൈം ഗ്യാപ്പാണ്. ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ സമയത്ത് അയാൾ 25 മിനിറ്റ് വൈകി. ഞാൻ 25 വിട്ടിട്ടെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. നോക്കി, ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ സ്കൂളിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു 3 കിലോമീറ്റർ വേഗത്തിൽ പോയപ്പോൾ ഞാൻ ലേറ്റായി എത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 10:05 എത്തിയെന്ന് വിചാരിച്ചോളൂ. നമുക്ക് ഇങ്ങോട്ട് എഴുതാം അല്ലേ? ഞാൻ 10:05 എത്തി. ഓക്കെ അല്ലേ? ഇനി ഞാൻ 4 കിലോമീറ്റർ അവർ വേഗതയിൽ പോയപ്പോൾ ഞാൻ 9:55 എത്തി. ശരിയല്ലേ? അതായത് ആദ്യം എത്ര മിനിറ്റ്? ആദ്യം 5 മിനിറ്റ് ലേറ്റായി, പിന്നെ 5 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോൾ ഇത് തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എത്രയാണ്? 5 5 10 അല്ലേ? 10 മിനിറ്റ് അല്ലേ? 9:55 10:05 തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എത്രയാ? 10 മിനിറ്റ്. അത് എളുപ്പത്തിൽ എങ്ങനെ കിട്ടും? ഈ ലേറ്റായത് എത്ര മിനിറ്റ് ആണ്, നേരത്തെ എത്തി എത്ര മിനിറ്റ് ആണ്, ഇത് തമ്മിൽ കൂട്ടിയാൽ പോരെ? മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കൂട്ടിയാൽ നമുക്ക് ടൈം ഗ്യാപ്പ് കിട്ടും. എന്ന് പറഞ്ഞ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം അയാൾ 25 മിനിറ്റ് വൈകി, പിന്നെ 15 മിനിറ്റ് നേരത്തെ. സോ 25 + 15 ആണ് ടൈം ഗ്യാപ്പ്. അതിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്, ടൈം ഗ്യാപ്പിൻ്റെ റീസൺ. ഓക്കെ അല്ലേ? ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളുക. 25 മിനിറ്റും 15 മിനിറ്റുമാണ്. അപ്പോൾ കിട്ടിയ ആൻസർ എന്താണ്? കിട്ടിയത് മിനിറ്റിലാണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന സ്പീഡ് തന്നിരിക്കുന്നത് km/h. അതുകൊണ്ട് ഇതിനെ കൂടി അവറിലോട്ട് മാറ്റണം. അതുകൊണ്ട് ഈ മിനിറ്റിനെ അവറാക്കാൻ വേണ്ടി /60 ചെയ്യാണ്. അത് പഠിച്ചു വെച്ചോളുക, തെറ്റിക്കരുത്. നമ്മൾ എത്ര പഠിച്ചാൽ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ടത്. അപ്പോൾ അത് ഓർത്ത് വെച്ചോളുക. കാര്യം എന്താണ്? ഒരു ക്വസ്റ്റ്യൻ രണ്ട് യൂണിറ്റിലിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് 3 km/h ആണ്, 4 km/h ആണ്. അതുകൊണ്ട് ഈ കിട്ടിയ മിനിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവറിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? 12 ഇൻറ്റു ഇത് കൂട്ടുമ്പോൾ 40/60 എന്ന് കിട്ടും. അതാണ് ഡിസ്റ്റൻസ്. നമുക്ക് നോക്കി, ഈ 60ഉം 12ഉം വെട്ടുമ്പോൾ 5 എന്ന് കിട്ടും. 5 12 60, 5 40 വെട്ടുമ്പോൾ 8 എന്ന് കിട്ടും. സോ 8 കിലോമീറ്റേഴ്സ് ആണ് വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് സിമ്പിൾ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, 5821 എത്ര നൂറുകളുണ്ട്? നല്ല ചോദ്യം, 5ാം ക്ലാസ് ലെവൽ ചോദ്യമാണ്. അതായത് SCERT ടെക്സ്റ്റിലുള്ള ചോദ്യമാണ്. 5821 എത്ര നൂറുകളുണ്ട് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് വിട്ടേക്ക്. ഇങ്ങനെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടോ? 1,00,000ൽ എത്ര നൂറുകളുണ്ട് എന്നുള്ളത് നമ്മളിത് പഠിച്ചിട്ടുണ്ട്. SCERT പണ്ട് നമ്മൾ ചെയ്ത സമയത്ത് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ അതെങ്ങനെ ചെയ്യും നമ്മൾ? 1,00,000ൽ എത്ര നൂറുകളുണ്ട്? സിമ്പിളാണ്. 1,00,000നെ 100 കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. പോയി. ബാക്കി എത്ര? 1000. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, 1,00,000ൽ 1000 നൂറുകളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, 5821 എത്ര നൂറുകളുണ്ടെന്നല്ലേ? ആണ്. സോ എത്ര നൂറ്? അപ്പം നമ്മൾ ഇങ്ങനെ ഹരിക്കണം. ഇങ്ങനെ ഹരിക്കുമ്പോൾ എന്താ വരും? ഡെസിമൽ വരും. കണ്ടോ? ഡെസിമൽ വരും. ഓക്കെ അല്ലേ? ഇതാ ഇങ്ങനെ ഡെസിമൽ വരും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ നിങ്ങൾ പറയുക, ഡെസിമൽ ഇവിടെ വന്നു, നമ്മൾ ഹരിച്ചുമ്പോൾ 58.21 വരുന്നത് അല്ലേ? എങ്കിൽ നമുക്ക് പറയാം 58 നൂറുകളുണ്ടെന്ന് പറയാം.
മനസ്സിലായോ? 58. ഇനി അതല്ല, നിങ്ങൾക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ എന്ത് ചെയ്യാണ്? 5821 ഇങ്ങനെ ഹരി. ഇതാണ് ഏറ്റവും നല്ല പ്രോപ്പർ വേ. മനസ്സിലാവോ? എങ്ങനെ ചെയ്യും? 582 5ൽ പോകില്ല, 8ൽ പോകില്ല, 2ൽ പോകില്ല. 582 100 പ്രാവശ്യം പോകും, 5 പ്രാവശ്യം 500 കുറയ്ക്കുന്നു 82. 1 ഇറക്കി എഴുതുന്നു, എത്ര പ്രാവശ്യം പോകും? 8 821. ഇനി ഡെസിമൽ വരും, ശരിയല്ലേ? ഡെസിമൽ വരില്ലേ? അപ്പോൾ എത്ര പ്രാവശ്യം പോയി? 58 പ്രാവശ്യമാണ് 100 ഇതിൽ പോയത്. സോ ആൻസർ 58 100കൾ ഉണ്ടായിരിക്കും എന്നാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള വേ ആണ്. മനസ്സിലായല്ലോ? ഇത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്കി എന്താ പറയുന്നത്? 2500 രൂപ വിലയുള്ളൊരു വാച്ച് 20% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയെങ്കിൽ വാങ്ങിയ വില എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? നോക്കാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് തന്നെ പോയി. എന്തിനാ നമ്മൾ ഈ ലാഭം നഷ്ടം ഒരിക്കലും നിങ്ങൾ ട്രിക്കുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ട്രിക്ക് വെച്ച് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പഠിച്ചോളൂ ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറയുന്ന ടോപ്പിക്കുകളൊക്കെ നമ്മൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഏത് ലെവലിൽ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ നമ്മൾ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മാറ്റി, നിങ്ങൾക്ക് അറിയാം, അങ്ങനെ കുറച്ച് നാട്ട് പഠിക്കുന്നവർക്ക് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും പലപ്പോഴും. നിങ്ങളുടെ ഇഷ്ടം ഞാൻ മാറ്റാനല്ല പറഞ്ഞിരിക്കുന്നത്. മാക്സിമം ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, ഇതിൽ സമയം എടുത്താലും ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നന്നായിട്ട് മാത്സ് കൈകാര്യം ചെയ്യുന്നവരെ കൊണ്ട് ഒരുപാട് സമയം എടുക്കത്തില്ല, ചെയ്തെടുക്കാൻ പറ്റും. എനിവേ ഞാൻ പറയുകയാണ്, നോക്കിയേ. 2500 രൂപ വിലയുള്ളൊരു വാച്ച്, ഓക്കെ അല്ലേ? 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ, അതായത് 2500 രൂപ വിലയുള്ള വാച്ചിന് 10% ഡിസ്കൗണ്ട് അനുവദിക്കുകയാണ്. ഞാൻ ആദ്യം ഡയറക്റ്റ് മെത്തേഡ് ഒന്ന് പറയാവേ. നോക്കിയോ, എന്താ പറയുന്നത്? 2500 രൂപ വിലയുള്ള വാച്ച് 10% ഡിസ്കൗണ്ട് കൊടുക്കുക മീൻസ് 100ൽ 90 കണ്ടുപിടിക്കുക. എത്ര രൂപയ്ക്ക് വിറ്റു കണ്ടുപിടിക്കുകയാണ്? വിറ്റ വില കണ്ടുപിടിക്കുകയാണ് നമ്മൾ. വിറ്റ വില ശരിയല്ലേ? വിറ്റ വില എങ്ങനെയാണ്? 2500 രൂപയുടെ സാധനത്തിന് 10% ഡിസ്കൗണ്ട് കൊടുത്തു. നമുക്കറിയാം വിറ്റ വില കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? നമ്മൾ ഡിസ്കൗണ്ട് കുറയ്ക്കും അല്ലേ? അങ്ങനെയല്ലേ? ഇക്വേഷൻ അറിയാമല്ലോ, ശരിയല്ലേ? വാങ്ങിയ വില ഇൻറ്റു, അല്ലെങ്കിൽ അതിൻ്റെ വില, ഈ ഡിസ്കൗണ്ട് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന? പരസ്യ വില 2500, അതിൽ 100ൽ എന്ത് ചെയ്യും? 100 മൈനസ് ഡിസ്കൗണ്ട് 10% അല്ലേ? സോ ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് കട്ട് ചെയ്യാണ് അല്ലേ? അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 25 × 9 അതായത് 2250 എന്ന് കിട്ടും. ഇതാണ് എന്താണ്? ഡിസ്കൗണ്ട് കൊടുത്ത് വിറ്റത്. സോ ഡിസ്കൗണ്ട് കൊടുത്ത വിറ്റ വില നമുക്ക് കിട്ടിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും പാടൊന്നുമില്ല. എങ്ങനെയാണെന്ന് അറിയാമോ? ഇങ്ങനെ വേറെ വിറ്റ വില പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 2500 രൂപയുടെ സാധനം 10% ഡിസ്കൗണ്ട് കൊടുത്തു എന്നല്ലേ? 2500ന്റെ 10% എത്രയാണ്? ഒരു സ്ഥാനം മാറ്റി കുത്തു കൊടുത്താൽ പോരെ? അതായത് 250 അല്ലേ? കണ്ടോ? അതായത് 2500 രൂപയുടെ 10% മീൻസ് 250 രൂപയാണ്. ആ 250 രൂപ കുറച്ച്, ഡിസ്കൗണ്ട് മീൻസ് കുറച്ച് കൊടുക്കുന്നതാണ്. അതായത് 2500ൽ നിന്നും 250 കുറച്ച് കൊടുത്തു. അപ്പോൾ എത്ര? 2250. ഈ സ്റ്റെപ്പ് പോലും ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ലെവലിലേക്ക് നമ്മൾ വരണം. അത് ഇതുപോലെ കുറേ പ്രീവിയസ്, ഇപ്പം ഞാൻ പറഞ്ഞിരുന്നില്ലേ, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും, ഇങ്ങനെ തന്നെ ചിന്തിക്കും. അപ്പം അങ്ങനെ PYQ ചെയ്ത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കുറേ പുതിയ കാര്യങ്ങളും പുതിയ ടെക്നിക്കുകളും നമ്മൾ കുറേ സ്പീഡായിട്ട് ചിന്തിക്കാനൊക്കെ നമ്മൾ പഠിക്കും. ഉറപ്പായിട്ടും പഠിക്കും. നിങ്ങളൊരു സിമ്പിൾ ഞാൻ പറയാം, ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾ സ്ഥിരം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അത് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. മനസ്സിലാക്കിയാണ് നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? 2500 രൂപയുടെ സാധനത്തിന് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ വിറ്റപ്പോൾ എത്രയ്ക്ക് വിറ്റു? അതായത് ഡിസ്കൗണ്ട് കഴിഞ്ഞ ശേഷം 2250 രൂപയ്ക്കാണ് വിറ്റത്. വിറ്റ വില 2250 രൂപയാണ്. ഇനി എന്താ പറയുന്നത്? ഇനി പറയുന്നതാണ് 20% ലാഭം കിട്ടി. അപ്പോൾ വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. എന്നാൽ വാങ്ങിയ വില എത്ര? അപ്പോൾ 2250 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ എത്ര കിട്ടി? 20% ലാഭം കിട്ടി. നോക്കാം നമുക്ക്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? VV വാവി 100ൽ 100p ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? VV വാവി അതായത് വിറ്റ വില = വാങ്ങിയ വില അതിൻ്റെ 100ൽ 100p എന്നാണ്. ലോസ് ആണെങ്കിൽ 100 മൈനസ് ലോസ്, ശരിയല്ലേ? നോക്കാം. അപ്പോൾ വിറ്റ വില നമുക്കറിയാം എത്ര? 2250 രൂപ. വാങ്ങിയ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇക്വേഷൻ നമ്മൾ ഒരുപാട് ചുമ്മാ വാങ്ങിയ വില കണ്ടുപിടിക്കാൻ ഇക്വേഷൻ കാണാൻ പഠിക്കൊന്നും വേണ്ട. ഒറ്റ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ തന്നെ പഠിച്ച് വെറുതെ നമുക്ക് ആകെ ഇച്ചിരി തലയേ ഉള്ളൂ. അതിനകത്ത് കംപ്ലീറ്റ് ഇക്വേഷനോടെ കുത്തി കയറണ്ട. ഒരു ഇക്വേഷൻ കിട്ടിയാൽ ബാക്കി കണ്ടുപിടിക്കാൻ പറ്റണം. സോ 100ൽ 100+p അതായത് പ്രോഫിറ്റ് 20% ആണെങ്കിൽ 100+20 120. നമുക്ക് വാങ്ങിയ വില അല്ലേ വേണ്ടത്? ഈ സാധനത്തിനെ പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പോരെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഒരു സാധനം ഒരു ഫ്രാക്ഷൻ അവിടെ നിന്ന് ഇപ്പുറത്ത് വരുമ്പോൾ തിരിയും. റീസണൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാ തിരിഞ്ഞു. അതായത് 120/100 100/120 ആയി. ഇനി അവിടെ ആരൊറ്റയ്ക്ക് കിടപ്പുണ്ട്? വാങ്ങിയ വില കിടപ്പുണ്ട്. അവിടെ കിടക്കട്ടെ.
കട്ട് ചെയ്യാൻ പറഞ്ഞാൽ കട്ട് ചെയ്യുന്നത് ആ കട്ട് ചെയ്യുന്നു ഞാൻ നോക്കാം. പോയില്ലേ? 12ഉം 225 കട്ട് ചെയ്ത് കളഞ്ഞു. ശരിയല്ലേ? ഇനി നമുക്ക് നോക്കാം കട്ട് ചെയ്യാൻ പറ്റും നോക്കാം. വേണമെങ്കിൽ ഇനിയും പറ്റുമായിരിക്കും അല്ലേ? നോക്കിയേ 100 12 എത്ര കൊണ്ട് കട്ട് ചെയ്യാം? 4 കൊണ്ട് കട്ട് ചെയ്യാം. 25 ഇവിടെ 3 ഇത് കട്ട് ചെയ്യാം. 7 3 21 ദെൻ ബാക്കി 15 5 3 15. സോ 75 × 25 ഒന്ന് ഗുണിച്ച് നോക്കാം. 75 × 25 5 5 25 2 7 35 2 37 2 5 10 2 7 14 1 15. എവിടെയെങ്കിലും തെറ്റുണ്ടോ നോക്കുക. ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ശരിയാണെന്ന് പറയാം. 1875 രൂപയ്ക്കാണ് എന്ത് ചെയ്ത് വാങ്ങിയെന്ന് പറയുന്നത്. 1875 യെസ് ഉണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ അല്ലേ? സോ 1875 ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. സോ അതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഒരുവിധം വലിയ പ്രശ്നമില്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ നല്ല ചോദ്യങ്ങളുണ്ട് കേട്ടോ അതിനകത്ത്. ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്രയും സമയം നമുക്ക് എത്ര സമയം എടുക്കും എനിക്ക് അറിയാൻ പാടില്ല. അത്രയും സമയം നമ്മൾ എടുക്കും. ഓക്കെ. അപ്പോൾ 20 ചോദ്യങ്ങളാകുമ്പോൾ ഇതിൻ്റെ ഡബിൾ ചിലപ്പോൾ അങ്ങനെ ആയിക്കണമെന്നില്ല. ചിലപ്പോൾ വലിയ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഒരുപാട് സമയം എടുത്ത് പോകും. അപ്പോൾ ഇങ്ങനെ മതിയോ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ സജഷൻസ് ഒന്ന് പറയുക. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞല്ലോ കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെയ്യാം. ഓക്കെ അല്ലേ? സോ നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണണം. തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ച് നന്നായിട്ട് എഴുതി പഠിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു വർഷമുണ്ട്. ഒരു വർഷം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര പേര് അവസാനം വരെ ഉണ്ടാവും കൂടെ നമുക്ക് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോഴെപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്ത് എനിക്ക് ഒരുപാട് സന്തോഷമാവും. കാര്യം ഒരു യൂസ് ഉണ്ടാവും എന്ന് അറിയുമ്പോൾ ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം അതാണ്. യൂസ്ഫുൾ ആയിട്ട് വരുന്നു എന്നുള്ളത് അറിയുമ്പോൾ. എനിവേ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ കയ്യിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കുക. എൻ്റെ സമയം പോലെ ഞാൻ എന്ത് ചെയ്യാം, ഞാനത് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ.